ലേവ്യർ അധ്യായം 14. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം. രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചെമന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിന് മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം. ദേവദാരു, ചെമന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം. പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ മേൽ 7 പ്രാവശ്യം തളിക്കണം. അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം. അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ഡനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമറ്റ 2 ആൺകുഞ്ഞാടുകളെയും 1 വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത 10 ഏഫ നേരിയ മാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ. മുട്ടാടുകളിൽ ഒന്നിനെ 1 ലോഗ് എണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന് മുമ്പിൽ നീരാജനം ചെയ്യണം. പാപപരിഹാര ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം. പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെപ്പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ്. ഇത് അതിവിശുദ്ധമാണ്. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈവിരലിൻ്റെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. അതിൽ വലത് കൈയുടെ വിരൽ മുക്കി 7 പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ തളിക്കണം. കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിമൃഗത്തിൻ്റെ രക്തം പുരട്ടിയിരുന്നതിന് മീതെ പുരട്ടണം. കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ ശിരസിൽ ഒഴിക്കണം. അങ്ങനെ പുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. പാപപരിഹാര ബലി അർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം. പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിച്ച് അവനു വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും. എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി നീരാജനം ചെയ്യാൻ 1 മുട്ടാടിനെയും ധാന്യബലിക്ക് എണ്ണ ചേർത്ത 10 ഏഫ നേരിയ മാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹനബലിക്കും 1 വീതം 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം 8-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പുരോഹിതൻ
പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം 1 ലോക എണ്ണയും കർത്താവിൻ്റെ മുമ്പിൽ നീരാജനം ചെയ്യണം. പിന്നെ അവൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം. അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിലെടുക്കണം. അതിൽ വലത് കൈയുടെ വിരൽ മുക്കി 7 പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ തളിക്കണം. കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം. ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ്റെ തലയിൽ ഒഴിക്കണം. പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കുമായി ധാന്യബലിയോടുകൂടെ കാഴ്ചവെക്കണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തൻ്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം. വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ വീട് പരിശോധിക്കണം. വീടിൻ്റെ ഭിത്തിയിൽ മറ്റ് ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് 7 ദിവസത്തേക്ക് പൂട്ടിയിടണം. 7-ാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിൻ്റെ ഭിത്തികളിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയാൻ പുരോഹിതൻ കൽപ്പിക്കണം. അനന്തരം വീടിൻ്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിൻ്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം. ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം. കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ്. ആ വീട് അശുദ്ധമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതൻ്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിന് ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വീടിൻ്റെ ശുദ്ധീകരണത്തിനായി അവൻ 2 പക്ഷികൾ, ദേവദാരു, ചുവന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവെള്ളമെടുത്ത് അതിന് മീതെ വെച്ച് കൊല്ലണം. അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു, ഈസോപ്പ് ചെടി, ചുവന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവെള്ളത്തിലും മുക്കി വീടിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ് ചെടി, ചുവന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം. അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം.
അപ്പോൾ അത് ശുദ്ധമാകും. ചിരങ്ങ്, തടിപ്പ്, പരു, പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ, വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണ് ഇത്. ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു. Chapter 14. The Lord said to Moses, "This is the law for the victim of leprosy at the time of his purification. He shall be brought to the priest who is to go outside the camp to examine him. If the priest finds that the sore of leprosy has healed in the leper, he shall order the man who is to be purified to get 2 live, clean birds, as well as some cedar wood, scarlet yarn, and hyssop. The priest shall then order him to slay one of the birds over an earthen vessel with spring water in it. Taking the living bird with the cedar wood, the scarlet yarn, and the hyssop, the priest shall dip them all in the blood of the bird that was slain over the spring water, and then sprinkle 7 times the man to be purified from his leprosy. When he has thus purified him, he shall let the living bird fly away over the countryside. The man, being purified, shall then wash his garments and shave off all his hair and bathe in water. Only when he is thus made clean may he come inside the camp. But he shall still remain outside his tent for 7 days. On the 7th day he shall again shave off all the hair of his head, his beard, his eyebrows, and any other hair he may have, and also wash his garments and bathe his body in water, and so he will be clean. On the 8th day he shall take 2 unblemished male lambs, 1 unblemished yearling ewe lamb, 3/10 of an ephah of fine flour mixed with oil for a cereal offering, and 1 log of oil. The priest who performs the purification ceremony shall place the man who is being purified, as well as all these offerings, before the Lord at the entrance of the meeting tent. Taking 1 of the male lambs, the priest shall present it as a guilt offering, along with a log of oil, waving them as a wave offering before the Lord. This lamb he shall slaughter in the sacred place where the sin offering and the holocaust are slaughtered, because like the sin offering, the guilt offering belongs to the priest and is most sacred. Then the priest shall take some of the blood of the guilt offering and put it on the tip of the man's right ear, the thumb of his right hand, and the big toe of his right foot. The priest shall also take the log of oil and pour some of it into the palm of his own left hand. Then dipping his right forefinger in it, he shall sprinkle it 7 times before the Lord. Of the oil left in his hand, the priest shall put some on the tip of the man's right ear, the thumb of his right hand, and the big toe of his right foot, over the blood of the guilt offering. The rest of the oil in his hand the priest shall put on the head of the man being purified. Thus shall the priest make atonement for him before the Lord. Only after he has offered the sin offering in atonement for the man's uncleanness shall the priest slaughter the holocaust and offer it, together with the cereal offering, on the altar before the Lord. When the priest has thus made atonement for him, the man will be clean. If a man is poor and cannot afford so much, he shall take 1 male lamb for a guilt offering, to be used as a wave offering in atonement for himself, 1/10 of an ephah of fine flour mixed with oil for a cereal offering, a log of oil, and 2 turtle doves or pigeons, which he can more easily afford, the one as a sin offering and the other as a holocaust. On the 8th day of his purification he shall bring them to the priest at the entrance of the meeting tent before the Lord. Taking the guilt offering lamb, along with the log of oil, the priest shall wave them as a wave offering before the Lord. When he has slaughtered the guilt offering lamb, he shall take some of its blood, and put it on the tip of the right ear of the man being purified, on the thumb of his right hand, and on the big toe of his right foot. The priest shall then pour some of the oil into the palm of his own left hand, and with his right forefinger sprinkle it 7 times before the Lord. Some of the oil in his hand the priest shall also put on the tip of the man's right ear, the thumb of his right hand, and the big toe of his right foot, over the blood of the guilt offering. The rest of the oil in his hand the priest shall put on the man's head. Thus shall he make atonement for him before the Lord. Then of the turtle doves or pigeons, such as the man can afford, the priest shall offer up 1 as a sin offering, and the other as a holocaust, along with the cereal offering.
Thus shall the priest make atonement before the Lord for the man who is to be purified. This is the law for one afflicted with leprosy, who has insufficient means for his purification. The Lord said to Moses and Aaron, When you come into the land of Canaan, which I am giving you to possess, if I put a leprous infection on any house of the land you occupy, the owner of the house shall come and report to the priest, It looks to me as if my house were infected. The priest shall then order the house to be cleared out before he goes in to examine the infection, lest everything in the house become unclean. Only after this is he to go in to examine the house. If the priest, on examining it, finds that the infection on the walls of the house consists of greenish or reddish depressions which seem to go deeper than the surface of the wall, he shall close the door of the house behind him and quarantine the house for 7 days. On the 7th day the priest shall return to examine the house again. If he finds that the infection has spread on the walls, he shall order the infected stones to be pulled out and cast in an unclean place outside the city. The whole inside of the house shall then be scraped, and the mortar that has been scraped off shall be dumped in an unclean place outside the city. Then new stones shall be brought and put in the place of the old stones, and new mortar shall be made and plastered on the house. If the infection breaks out once more after the stones have been pulled out and the house has been scraped and replastered, the priest shall come again. And if he finds that the infection is spread in the house, it is corrosive leprosy, and the house is unclean. It shall be pulled down, and all its stones, beams, and mortar shall be hauled away to an unclean place outside the city. Whoever enters a house while it is quarantined shall be unclean until evening. Whoever sleeps or eats in such a house shall also wash his garments. If the priest finds, when he comes to examine the house, that the infection has in fact not spread after the plastering, he shall declare the house clean, since the infection has been healed. To purify the house, he shall take 2 birds, as well as cedar wood, scarlet yarn, and hyssop. One of the birds he shall slay over an earthen vessel with spring water in it. Then taking the cedar wood, the hyssop, and the scarlet yarn, together with the living bird, he shall dip them all in the blood of the slain bird and the spring water, and sprinkle the house 7 times. Thus shall he purify the house with the bird's blood and the spring water, along with the living bird, the cedar wood, the hyssop, and the scarlet yarn. He shall then let the living bird fly away over the countryside outside the city. When he has thus made atonement for it, the house will be clean. This is the law for every kind of human leprosy and scall, for leprosy of garments and houses, as well as for scabs, pustules, and blotches, so that it may be manifest when there is a state of uncleanness and when a state of cleanness. This is the law for leprosy.